ബൈ വി ബ്ലോഗ്സിൻ്റെ പുതിയൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ നാളായി വ്ളോഗ് ചെയ്തിട്ട് നമ്മളിപ്പോൾ നാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ പാക്കിങ്ങും ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിരുന്നു. ഇനിയിപ്പോൾ നാട്ടിൽ പോയി കഴിഞ്ഞാലും തിരക്കായിരിക്കും. സിസ്റ്റർ ഇൻ ലോൻ്റെ വെഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം ഇനിയുള്ള വ്ളോഗ്സൊക്കെ നാട്ടിലുള്ള വ്ളോഗ്സ് ആയിരിക്കും കേട്ടോ. السلام عليكم. شكرا. Thank you. ايوه ننزل صباح على طول. مش مشكلة تعطيه شوية. أعطيه فلوس. നമ്മളിപ്പോൾ മസ്കറ്റ് എയർപോർട്ടിൽ എത്തി ചെക്കിംഗ് ഒക്കെ ചെയ്ത് ഫസ്റ്റ് വന്നത് ഇങ്ങോട്ടേക്കാണ്. എല്ലാവരും ഇങ്ങോട്ടേക്ക് തന്നെ ആയിരിക്കും വന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നാട്ടിലുള്ളവർ കൂടുതലും പ്രതീക്ഷിച്ചിരിക്കുന്നത് ഇതായിരിക്കുമല്ലോ. അപ്പോൾ നമ്മളും ഇങ്ങോട്ടേക്ക് തന്നെ ഇരുന്നു. അപ്പോൾ ചെറിയൊരു ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ 3 ബോട്ടിൽ വരുന്നൊരു കോംബോ പാക്കാണ് മേടിച്ചത്. അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി ഫ്ലൈറ്റിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പോണേണ്. ആക്ച്വലി എല്ലാവരും നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളായിരുന്നു കുറച്ച് ലേറ്റായിട്ട് എത്തിയത്. അപ്പോൾ ഞാൻ പൂവിനോട് പറഞ്ഞതാണ് ഈ നമ്മളെ കാണാതെ മുമ്പ് നമ്മുടെ പേര് വിളിച്ച് പറഞ്ഞിട്ട് അനൗൺസ്മെൻറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചതാണ് നമ്മുടെ പേര് വിളിച്ച് പറഞ്ഞിട്ട് നമുക്ക് പോയാൽ പോരെയെന്ന്. പക്ഷേ വെറുതെ എന്തിനാണെന്ന് വിചാരിച്ച് ഞങ്ങളങ്ങോട്ട് കയറി. നമ്മൾ രാവിലെ ഒന്നും കഴിക്കാതെ ഇറങ്ങിയോണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് മെനു എടുത്ത് നോക്കിയതാണ് എന്താണ് കഴിക്കാൻ പറ്റിയതുള്ളതെന്ന്. അപ്പോൾ നല്ല റേറ്റാണ് ബിരിയാണിക്കൊക്കെ. ഒരെണ്ണത്തിന് 300 രൂപയാണ്. സാധാരണ ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഈ പരിപാടി ചെയ്യാറില്ല. വിശന്നാലും ഒന്നും കഴിക്കാറില്ല. ഈ പ്രാവശ്യം പൂവേ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇത് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ പിന്നെ ബിരിയാണി തന്നെ മേടിക്കാമെന്ന് വിചാരിച്ചു. ഇതിന് 150 രൂപയാണ് ഈ ചെറിയൊരു സ്നാക്സിന്. പിന്നെ ബിരിയാണിക്കാണ് അത് 300 രൂപ. പിന്നെ ഇത് ലിക്കേഴ്സാണ് ചെറുത്. അപ്പോൾ 400 രൂപയ്ക്കാണ് വന്നത്. പിന്നെ കോഫിയൊക്കെ ഉണ്ട്, അതിനും 150 രൂപ റേറ്റാണ്. അപ്പോൾ ആദ്യം പോവുക ഒരു ബിയർ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ബിരിയാണി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കിയാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഓപ്പൺ ആക്കാതെ വെച്ചേക്കുന്നത്. ആക്ച്വലി ഇവർ കുറേ മെനുവിൽ ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും അവൈലബിൾ അല്ല. ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വെജ് ബിരിയാണി ആയിരുന്നു. വെജ് ബിരിയാണി എന്ന് പറയുമ്പോൾ ടേസ്റ്റ് അത്രയ്ക്കൊന്നുമില്ല. 7 അയിലത്തെത്തൂല ബിരിയാണിയുടെ അങ്ങനത്തെ ഒരു ഇത്. പിന്നെ വിശന്നോട് മാത്രം, അത്രയും വിശന്നിരിക്കണോണ്ട് മാത്രം ഓർഡർ ചെയ്തതാണ്. ഞാൻ വലുതായിട്ട് സജസ്റ്റ് ചെയ്യാനുള്ള ഫ്ലൈറ്റിലത്തെ ഫുഡ്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ലിക്കേഴ്സാണ്. ഇതിൻ്റെ ഒപ്പം ടച്ചിങ്സ് ഫ്രീ ആണ് കേട്ടോ. ക്രഞ്ചി കോണാണ്. നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. നല്ല കറുമുറൂന്ന് പറഞ്ഞ് ഇരുന്നേച്ച്. പിന്നെ നമുക്ക് കിട്ടിയ കമ്പനിയും വലിയ കുഴപ്പമില്ലാത്തത് കൊണ്ട് നമുക്ക് ബോറിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ എനിക്ക് ഫ്ലൈറ്റ് ജേർണി ഭയങ്കര ബോറിംഗ് ആണ്. പിന്നെ ഞങ്ങൾ എയർപോർട്ടിൽ വെച്ച് ഡാഡിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. 1 ഹവർ ഡിഫറൻസിലാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത്. ഡാഡി സൗദിയിൽ നിന്നാണ് വരുന്നത്. 10 വർഷം കഴിഞ്ഞിട്ടാണ് ബുവ ഡാഡിനെ കാണുന്നത്. ആദ്യം കണ്ടിട്ട് മനസ്സിലായില്ല. പിന്നെ ഞാനാണ് കാണിച്ചു കൊടുത്തത്. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് വീട്ടിലോട്ട് വന്നു.